ട്രംപും പുടിനും ഒന്നിക്കുന്നു. സൗദിയിലെ റിയാദിൽ നടന്ന ഉച്ചകോടിയിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ നൂറ്റാണ്ടിലെ അമ്പരപ്പിക്കുന്ന വാർത്തയെന്ന് ലോകരാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിച്ച സംഭവം. ഈ നീക്കത്തിൽ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നേട്ടം എന്താണ്? അതൊരു രാജ്യമാണ്. അമേരിക്കൻ ഭരണകൂടം ഭയപ്പെടുന്ന അല്ലെങ്കിൽ ജാഗ്രതയോടെ വീക്ഷിക്കുന്ന ആ രാജ്യം ചൈനയാണ്. റഷ്യയെ ചൈന, ഇറാൻ, വടക്കൻ കൊറിയ എന്നിവയിൽ നിന്ന് അകറ്റുക, ബ്രിക്സ് പോലുള്ള അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ചേരികളെ ദുർബലപ്പെടുത്തുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളാണ് ഈ ഒറ്റ നീക്കത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. ഒപ്പം അമേരിക്കൻ കമ്പനികൾക്ക് റഷ്യയിലേക്ക് തിരിച്ചുവരാമെന്ന കച്ചവട യുക്തിയും. അമേരിക്ക നിരവധി യുദ്ധങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുമുണ്ട്. പലയിടത്തുനിന്നും പിന്മാറിയത് പൂർണ്ണ വിജയശേഷമോ ഗത്യന്തരമില്ലാതെയോ ആണ്. അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരായ മുന്നണി ശക്തിപ്പെടുന്നതുകൊണ്ട് റഷ്യയ്ക്ക് ചൈനയുടെ പിന്തുണയും ലഭിക്കാം. കാരണം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈനയാണ്. ഇക്കാര്യം നേരത്തെ നാറ്റോ രാഷ്ട്രങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചൈനയുടെ ആഗ്രഹങ്ങളും നയങ്ങളും അമേരിക്കയുടെ താൽപ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചുപോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നിലപാടുകൾ. സൈബർ, ബഹിരാകാശം അടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്കും ചൈനയുടെ പിന്തുണ കരുത്തു പകരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഉത്തരവാദിത്വമുള്ള സ്ഥിരാംഗമെന്ന നിലയിൽ റഷ്യയ്ക്ക് പിന്തുണ നൽകി വരുന്നതും ചൈനയാണ്. ഇതും അവസാനിപ്പിക്കണം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്ക വഹിച്ചതിന് സമാനമായ ആധിപത്യ ശ്രമത്തിലാണ് ഇന്ന് റഷ്യ ചൈന സഖ്യം ഉള്ളതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയുടെയും റഷ്യയുടെയും ആണവായുധ ശേഖരമെന്നത് ലോകത്തെ ഏറ്റവും ഭയാനകമായതാണ്. ചൈനയുടെ ആണവായുധ വികസനം അമേരിക്കയും മറികടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യ ചൈന കൂട്ടായ്മയെ ഭയന്ന് ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ, ഫിലിപ്പീൻസ്, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുകയും ആയുധശേഖരം വൻതോതിൽ വിപുലപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഏഷ്യയിൽ ഇത്രത്തോളം ആയുധമത്സരം ഉണ്ടാകുന്നത്. ഇനി ഇതിനോട് പ്രതിരോധ ബജറ്റ് പകുതിയോളം വെട്ടിച്ചുരുക്കണമെന്ന് ട്രംപ് റഷ്യയോട് ആവശ്യപ്പെട്ടതും കൂട്ടിവായിച്ചാൽ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവും.